നമ്മൾ ഇന്ന് ഹേമോദി രാഗത്തിൽ, അതായത് 58ാമത്തെ രാഗമായ ഹൈമവതി, ഹേമവതി എന്നും അറിയപ്പെടുന്ന രാഗത്തെക്കുറിച്ച് നമ്മൾ വളരെ ചുരുക്കമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കതിനുള്ള സമയമേ ഉള്ളൂ. ചുരുക്കമായിട്ട് ചിന്തിക്കാനേ സമയമുള്ളൂ. ധാരാളമായിട്ട് നമുക്ക് മണിക്കൂറുകളൊന്നും ഇരുന്ന് സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എന്താണ് ഹേമോദി? 58ാമത്തെ രാഗമായ ഒരു പ്രതിമധ്യമ രാഗമാണ് ഹേമോദി. ഹേമവതി, ഹൈമവതി എന്നറിയപ്പെടും. ദിശി ചക്രമാണ്. ചക്രത്തിൻ്റെ പേര് ദിശി. അതായത് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കൈശികി നിഷാദം. ഈ പധനിസ എന്ന് പറഞ്ഞാൽ കരഹര പ്രിയ പോലെ ഇരിക്കും. പധനീസ, ആ പധനിസ കരഹരപ്രിയയായിട്ട് ഒന്ന് തന്നെയാണ്. കരഹരപ്രിയ പോലെ തന്നെ ഇരിക്കും. സാനിധ പദനി ധനിസ സനി നിധ പ, അത് കരഹരപ്രിയ പോലെ തന്നെ ഇരിക്കും. മധ്യമം മാറും. കരഹരപ്രിയയുടെ പ്രതിമധ്യമ രാഗമാണ് ഹേമവതി, 58ാമത്തെ ഹേമവതി. കരഹരപ്രിയ 22. കരഹരപ്രിയയുടെ എതിർ രാഗം, കരഹരപ്രിയ ശുദ്ധമധ്യമ രാഗം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന രാഗമാണ്, നേരെ എതിര് കിടക്കുന്ന രാഗമാണ് ഹേമവതി. നേരെ എതിര് കിടക്കുന്ന രാഗമാണെങ്കിൽ ഇവർ തമ്മിൽ വളരെ സ്നേഹത്തിലും ഐക്യത്തിലുമാണ്. ശത്രുരാഗമൊന്നുമല്ല. പറയുമ്പോൾ നമ്മൾ എതിർ രാഗം എന്ന് പറയും. കരഹരപ്രിയയുടെ എതിർ രാഗമാണ് ഹേമവതി എന്ന് പറഞ്ഞാലും രണ്ടുപേരും വളരെ സ്നേഹത്തിലും ഐക്യത്തിലും യോജിപ്പിലുമാണ്. വളരെ സംഗീതം നിലനിൽക്കുന്നത് തന്നെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്നേഹത്തിലാണ് സംഗീതം നിലനിൽക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ അടിത്തറ തെറ്റിയാൽ സംഗീതമേ ഇല്ല. സ്നേഹം നശിച്ചാൽ സംഗീതം നശിച്ചു. സംഗീതത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ സംഗീതം നിലനിൽക്കുന്നത് സ്നേഹത്തിലാണ്. അപ്പോൾ കരഹരപ്രിയയുടെ 22ാമത്തെ കരഹരപ്രിയയുടെ എതിർ രാഗം പദനീസ സനിധ പ, അത് ഒരുപോലെ ഇരിക്കും ഹേമവതിയുമായിട്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഋഷഭവും ഗാന്ധാരവും ഒരുപോലെ ഇരിക്കും. സരി ഗ മാ, പ്രതിമധ്യമം. മാ വലുത് പിടിച്ചാൽ മതി. ഈ മായിൽ മാത്രമാണ് ഹേമവതിയും കരഹരപ്രിയയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സരി ഗ മാ പധനി പധനി സ, അങ്ങനെ പാടുമ്പോൾ കരഹരപ്രിയ. സരി ഗ മാ സരി ഗ മാ എന്ന് പാടുമ്പോൾ ഹേമവതി. സരി ഗ മാ കരഹരപ്രിയ. സരി ഗ മാ കരഹരപ്രിയ. സരി ഗ മാ. പ്രതിമധ്യമം പിടിക്കുമ്പോൾ ഹേമവതി അല്ലെങ്കിൽ ഹൈമവതി. അപ്പോൾ സരി ഗ, ഷഡ്ജം വലിയരി ചെറിയ ഗ, സരി ഗ മാ വലിയ മാ, പധനി വലിയ ധ ചെറിയ നി, പധ ചതുർശ്രുതി ധൈവതം, പധനി സനി ധ പ മാ ഗാരി സ, അതാണ് ഹേമവതി. സരി ഗ മാ, മായിൽ മാത്രം വ്യത്യാസമുള്ളൂ. മാഗരി മാഗരി ഹേമവതി. മാഗരി മാഗരി സരി ഗ മാ. ഇപ്പോൾ കരഹരപ്രിയ. സരി ഗ മാ സരി ഗ മാ പദ ബ മാ സരി ഗ മാ പദ ബ മാ ഹേമവതി. നിധ നിധ ബ മാ, നീത പായിന്ന് പോകണം. പ നീത പ നീത പ മ നീത പ മ നീത എന്ന് വരെ. നീധ നിധ പ മ ധ പ മ പ മ പ ധ പ മ പ ധ നീ സ നിധ പ മ സ സ സ സ നിധ പ മ പ ധ നീ നിധ ധ പ മ പ മ ഗ രി സ. ഇതാണ് ഹേമവതി.
sa re ga ma sa re ga ga ഗരി 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 ഋഷഭവുമായിട്ട് ചേർത്ത് പാടുക ഗായ സാരി ഗ മ ഗ അങ്ങനെ പ്ലെയിൻ ആയിട്ട് പിടിക്കരുത്. സാരി ഗ മ പ അപ്പോൾ സാരി ഗ ഗരി 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 ഗാശയ്ക്ക് പിടിക്കണം. കരകരപ്രിയയുടെ ഗാശക്കിനെ എങ്ങനെയെന്നറിയാവോ? സാരി ഗ മ ഗ മരി 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 മാ. കരകരപ്രിയയുടെ ഗ മരി 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 എന്ന് പിടിക്കണം. സാരി ഗ മ ഗ മരി 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 മാ. അവിടെ ഗാന്ധാരമാണ് പാടുന്നതെങ്കിലും സരി ഗ ഗ മ പ മ ഗ ഗ മരി 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 മ പ സരി മരി 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 മ മരി 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 പ സരി ഗ മരി മരി മ മരി 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 പ. അപ്പോൾ ഹേമോദിക്ക് സരി ഗ ഗരി 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 മ പദ നി ദ ബ മ പദ ബ ബ സരി ഗ മ പദ നി സ സ നി സ നി ധ ബ മ സ നി ധ ബ മ സ നി ധ സ നി ധ പ മ ഗ രി സ. കരകപ്രിയാകുമ്പോഴോ സ നി ധ പ മ ഗ രി സ നി ധ പ മ ഗ രി സ. കരഹരപ്രിയമായിട്ട് ഒരു സ്വരത്തിൻ്റെ വ്യത്യാസമുള്ളൂ, മാ മാത്രം. അപ്പോൾ ഹേമോദിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? നിധ ബ മ പദ നിധ ധ ധ ധ പദ നിധ ബ മ പദ നിധ ബ മ പദ ധ ബ മ പദ നിധ ബ മ പദ ധ ബ മ പദ ബ മ നിധ ധ ബ മ നിധ ധ ബ മ ഗ രി സ പ മ ഗ രി സ ധ ബ മ ഗ രി സ നിധ ബ മ ഗ രി സ നി ധ ബ മ ഗ രി സ രി ഗ മ ഗ രി സ രി ഗ മ ഗ രി ഗ മ പ ധ ബ മ ധ ബ മ നി ധ ബ മ സ നി ധ ബ മ രി സ നി ധ ബ മ ഗ രി സ ഗ രി സ നി ധ ബ മ ഗ രി സ നി ധ ബ മ ഗ രി സ രി ഗ മ പ ധ നി ധ ബ മ പ ധ നി ധ നി സ പ ധ നി ധ നി സ സ നി ധ നി ധ ബ ധ ബ മ പ മ ഗ രി സ രി ഗ മ ഗ രി സ രി ഗ രി സ രി ഗ ഗ രി സ നി സ രി ഗ മ ഗ രി ഗ മ പ മ ഗ രി സ രി ഗ മ പ ധ ബ മ ഗ രി സ രി ഗ മ പ ധ നി ധ മ പ ധ ബ ഗ മ പ മ ഗ രി സ രി ഗ മ പ ധ നി ധ ധ ധ ധ ബ മ പ ധ നി ധ മ പ ധ നി ധ ഗ മ പ ധ നി ധ രി ഗ മ പ ധ നി ധ സ രി ഗ മ പ ധ നി ധ നി സ സ നി ധ പ ധ നി നി ധ ബ മ പ ധ ധ ബ മ ഗ മ പ പ മ ഗ രി സ രി ഗ മ പ ധ നി സ നി ധ ബ മ പ ധ നി പ ധ നി സ സ സ സ സ സ നി ധ ബ മ ഗ രി സ രി ഗ മ പ ധ നി സ സ സ സ നി ധ നി സ നി ധ പ ധ നി സ സ ധ നി സ പ ധ നി സ മ പ ധ നി സ രി ഗ മ പ ധ നി സ സ രി ഗ മ പ ധ നി സ രി രി സ നി ധ നി സ സ നി ധ പ മ പ ധ നി സ രി 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 ഗ രി 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 ഗ രി രി സ നി ധ പ മ ഗ രി സ രി ഗ മ പ ധ നി സ രി 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 പ ധ നി സ രി 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 ഗ രി 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 ഗ രി 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 സ രി ഗ ഗ രി സ നി സ രി രി സ നി ധ നി സ സ നി ധ പ ധ നി നി ധ പ മ പ ധ ധ പ മ ഗ രി സ രി ഗ മ പ ധ നി സ രി ഗ രി സ
സരി ഗരി ധനി സരി ധനി 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 ധ പദനി ധ പമ പദ പമ ഗമ പമ ഗരി സരി ഗമ പദനി സരി ഗരി രി ധനി ധനി രി ഗരി സരി ധനി ധനി ധ പമ ഗരി ഗമ പദനി സരി ഗമ ഗരി ധനി ധനി സരി ഗമ ഗരി ധനി ധനി സരി ഗനി സരി ധനി സ പദനി മ പദ ഗമ പരി ഗമ സ രി ഗമ പദനി സരി ഗമ പമ ഗരി ധനി ധനി ഗരി സാനി ധനി സരി നി സാനി ധ പമ പദനി പദ മ പദനി പദ ഗമ പദ മ പ രി ഗമ മ പദ നി പദ ഗമ പദ മ പ രി ഗമ പ ഗമ സരി ഗമ രി ഗ സരി ഗമ പദ നി സരി ഗമ പ മ ഗരി ധനി ധനി ഗരി രി സ നി ധ സ പ പ മ ഗരി സ. ഇതാണ് ഹൈമവതി രാഗം കേട്ടോ. ഷഡ്ജം ചതുർസ്വരേഷു സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ അങ്ങനെയാണോ ഇങ്ങനെയല്ലേ പിടിക്കേണ്ടതെന്നൊക്കെ തോന്നും. അത് നിഷാദ് ഇങ്ങനെയാണ് സാധാരണ ഇങ്ങനെയല്ലേ പിടിക്കുന്നത്, അങ്ങനെ പിടിച്ച് എന്താണെന്നൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഒന്നുകൂടെയൊക്കെ ഒന്ന് വേറെ 3-4 പേരുടെ കൂടി കേട്ടിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. ഇപ്പം ഞാൻ പാടിയത് കേൾക്കുമ്പോൾ ആ ഗാന്ധാരം അങ്ങനെയാണോ, ഹൈമോദിക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ചേർത്ത് പിടിക്കണ്ടേ അവിടെ നിന്ന് ചേർത്ത് പിടിക്കണ്ടേ, നിഷാദ് ഇങ്ങനെയല്ലേ എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒരു 3-4 പേരുടെ നല്ല ഹൈമോദിയും കൂടെ എടുത്ത് കേൾക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. പലരുടെയും കേൾക്കണം, ഒത്തിരി ആൾക്കാരുടെ കേട്ടിട്ട് വേണം നമ്മൾ ഓരോ സ്വരസ്ഥാനങ്ങൾക്കും ഒരു തീരുമാനം കൽപ്പിക്കാൻ, ഒരു തീർപ്പ് കൽപ്പിക്കാൻ. അതിനകത്ത് പിന്നെ നമ്മുടെ ഐഡിയ കൂടി ചേർക്കുക. സംഗീത മനോധർമ്മമാണ് വ്യക്തിയിൽ ആശ്രയിച്ചായിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും സംഗീത ജ്ഞാനത്തെ ആശ്രയിച്ചാണ് ഓരോ രാഗത്തിൻ്റെയും കിടപ്പ്. പിന്നെ അതിനകത്ത് നമുക്ക് ആ തിയറി വിട്ടു പോകാനും പാടില്ല. മനസ്സിലായോ? അപ്പോൾ സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. അതാണ് ഹേമോദി. ഇതിൻ്റെ നേരെ ശുദ്ധമധ്യമരാഗം കരഹപ്രിയ പാടുമ്പോൾ സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. കരഹപ്രിയ മധ്യമം മാത്രം മാറിയാൽ പ്രതിമധ്യമം മാറ്റുമ്പോൾ പാടുമ്പോൾ ഹേമോദി സരി ഗ മ പധ നി സ സാ നി ധ പ മ ഗ രി സ. ദീക്ഷിതരുടെ എനിക്കത് മാലിനി ഹരിഹരൻ പ്രൊഫസർ മാലിനി ടീച്ചർ പഠിപ്പിച്ചൊരു കൃതിയുണ്ട്. മധുരാംബികായ 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 സദാ ഭക്തി കരോമി മധുരാംബികായ. സൂപ്പർ കൃതിയാണ്. ചിദാനന്ദരസികായാം ചിദാനന്ദരസികായാം ശ്രീ ഗുരുഗുഹസേവിതായാം ചിദാനന്ദ രസികായാം ശ്രീ ഗുരുഗുഹ സേവിതായാം
കദംബവനവാസിന്യ കവിജനനുദയോഗിന്യ മധുരാംബികായാം സദാ ഭക്തി കരോമി മധുരാംബികായാം മധുരാംബികായാം സദാ ഭക്തി കരോമി. ഇതാണ് ഹേമോദി 56-ാമത്തെ രാഗം. നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾ പാടി നോക്കുക, പഠിക്കുക, ഒത്തിരി പേരുടെ നല്ല നല്ല ഹേമോദി കേൾക്കുക. നന്ദി, നമസ്കാരം.